ഗുരുവിന്റെ കൂടെ എങ്ങനെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് തുടങ്ങി ഗുരുവിലൂടെ ഗുരുവിലേക്ക് പോവാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെ നിന്ന് മനസ്സിലാക്കിയൊരു സത്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു മന്ത്രം ചൊല്ലാറുണ്ട്, ബ്രഹ്മാർപ്പണം അല്ലെ? നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് കേട്ടിട്ടുണ്ട്, ബ്രഹ്മാർപ്പണം, ബ്രഹ്മാവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുത. ഒരു മന്ത്രമുണ്ട്. അതെന്താ പറയുന്നത്? അത് നമ്മൾ ഈ യജ്ഞത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. യജ്ഞത്തിൽ ബ്രഹ്മാർപ്പണം, ആ കർമ്മം ബ്രഹ്മമാവുന്നു. അതില് നമ്മൾ ആ യാഗാഗ്നിയിൽ ഇടുന്ന വസ്തുക്കൾ ബ്രഹ്മമാകുന്നു, ആ അഗ്നി സ്വയം ബ്രഹ്മമാകുന്നു, ആ വ്യക്തി ബ്രഹ്മമാകുന്നു, അയാളുടെ ലക്ഷ്യം ബ്രഹ്മമാകുന്നു. അത് എപ്പോഴും ബ്രഹ്മത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് സത്യത്തിൽ ഗുരു എന്ന് പറഞ്ഞൊരു ആശയം. കാരണം നമ്മുടെ ദീക്ഷയിൽ അല്ലെങ്കിൽ ഒരു ബോധോദയത്തിൽ ഗുരുവിൽ നിന്ന് തുടങ്ങി ഗുരു തന്നെയാണ് വഴി, വേറെ ഒന്നുമില്ല. ഏറ്റവും നല്ല വഴി ഗുരു തന്നെയാണ്. ആ വഴി ലക്ഷ്യവും ഗുരു തന്നെയാണ്. നമ്മൾ ഗുരുവിൽ ലയിച്ചു ചേരുക. എപ്പോഴും പറയാറുണ്ട്, ഗുരുവിലുള്ള അർപ്പണം എന്ന് പറഞ്ഞാൽ ലയനമാണ്. നമ്മൾ ഗുരുവിൽ ലയിച്ച് ചേരുക. ഗുരു തന്നെയാണ് ഡെസ്റ്റിനേഷൻ. ബിക്കോസ് ഗുരു സാക്ഷാത് പരബ്രഹ്മ. ആ ബ്രഹ്മവും ഗുരു തന്നെയാണ്. ആ ഗുരുവിൽ തന്നെയാണ് നമ്മൾ ലയിച്ചു ചേരേണ്ടതും എന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും മനസ്സിലാക്കി തന്നുകൊണ്ട് ചെയ്യുന്നതാണ്.